എല്ലാത്തിനൊരു പരിധിയുണ്ട്. അയ്യോ, ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഷുഗർ ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ ദൃശ്യം കാണാനായിട്ട് പോവാണ്. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ഇത് അടിപൊളിയാണെന്ന്. ക്ലൈമാക്സും ഷൂട്ട് ചെയ്തിട്ടാ. അവസാനമായി പറയുകയാണ്, നീ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. Hey everyone, welcome back to my channel. ഇന്ന് ഞാൻ എപ്പോഴോ തുടങ്ങിയൊരു വ്ളോഗ്, അതിൻ്റെ ഇൻട്രോവും ഔട്ട്രോ ഒക്കെ ഇപ്പോൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഉദ്ദേശിച്ചു, പക്ഷേ അതൊരു വീക്ക് ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആയി പോയൊരു വ്ളോഗാണ്. ഞാൻ പല പല ദിവസത്തെ പല പല കാര്യങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച എന്തൊക്കെയോ വിഷ്വൽസ് ഉണ്ട്. സോ അതെല്ലാം കൂടെ എൻ്റെ ഒരു വീക്ക്ലി വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വിഷ്വൽസൊക്കെ ഈ ഒരു ഹോൾ വീക്ക്, ഇന്ന് ഫ്രൈഡേ, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. സോ ഞാൻ മുടിയൊക്കെ ചെയ്തു തന്നു. അവിടെ പാട്ട് ഹൈ വോള്യത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത്. ഇത് അത്യാവശ്യം ഒരു 6 months ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ഹെയർ ഗ്രോത്ത് അനുസരിച്ച്, പിന്നെ ഓരോരോ വാഷസ് അനുസരിച്ചും ഇത് കുറച്ച് ഇതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ചിലപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഫ്ലാറ്റായി ഒട്ടിയിരിക്കണ പോലെ തോന്നുമായിരിക്കും. മാക്സിമം അവർ ഒട്ടി തോന്നാത്ത പോലെയാണ് ചെയ്തത്, ബട്ട് സ്റ്റിൽ അത് തോന്നുമായിരിക്കും. പക്ഷെ ഒരു 3 weeks ഒക്കെ കഴിയുമ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് കുറച്ച് വാഷസ് ഒക്കെ കഴിയുമ്പോഴാണ് നല്ലൊരു നാച്ചുറൽ ഒരു ഫിനിഷിൽ കിടക്കുന്നത്. ഇപ്പോൾ കുറച്ച് സെറ്റൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ കുറച്ച് കേൾസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ യൂഷ്വലി ഭയങ്കര പിൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കാറ് ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലേക്ക്. അത് കഴിഞ്ഞാൽ മാറും. സോ ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഇനി ബാക്കി ഞാൻ അടുത്ത ദിവസം കാണിക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓഡിയോ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാനിൻ്റെ ശബ്ദമുണ്ട്, കാറ്റിൻ്റെ ശബ്ദമുണ്ട്. ഞാനൊന്ന് പുറത്ത് പോകാൻ പോവാം. സോ ഇന്നിപ്പോൾ എൻ്റെ ഹെയർ കളർ കുറച്ച് വെയിലത്ത് അറിയാനുണ്ട്. കുറച്ച് ഇവിടെയൊക്കെ ബ്രൗൺ ആയിട്ട് ഫീൽ ചെയ്യാമെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ഡിഫറൻസ് അറിയാനുണ്ട്. കാരണം നേരത്തെ എൻ്റെ മുടി ഇന്നലെയൊക്കെ വരെ നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടായിരുന്നു ഇരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. സോ ഇന്ന് ഞാനൊന്ന് എൻ്റെ വീട്ടിൽ പോവാണ്. എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് ദുബായിൽ നിന്ന്. സോ അവിടെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, ലഞ്ചൊക്കെ കഴിക്കണം, ഇത് തിരിച്ചു വരണം. പിന്നെ ഇന്ന് ദൃശ്യം 3 റിലീസാവുന്ന ദിവസം, അപ്പം അതിനും പോകണം എന്ന് വിചാരിക്കുന്നു. സോ അത് നമുക്ക് വൈകുന്നേരം നോക്കാം. ടിക്കറ്റൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. സോ റീസെൻ്റ്ലി ഞാൻ കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും എല്ലാം ഒന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം സ്കിൻ കെയർ, ഞാൻ ഓൾറെഡി ഒരു ടോണർ ഇട്ടതിന് ശേഷം വിറ്റമിൻ സി സീറം ഇടണം. അത് ഞാൻ എടുത്തുകൊണ്ട് വരാം. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച കുറച്ച് സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്ട്സിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് അഫോർഡബിൾ പ്രോഡക്റ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്സ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു എക്സ്പെൻസീവ് ലിപ്സ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ എൻ്റെ ഒരു അടുത്ത വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. കുറച്ച് കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിൻ കെയറും മേക്കപ്പ് പ്രോഡക്ട്സും എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്വോച്ചസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ പിന്നെ ഈ മോയ്സ്ചറൈസർ, ഞാനിപ്പോൾ ഈ ഫ്ലാറ്റിലെ 3rd ഫ്ലോറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്ക് വെച്ചില്ലെങ്കിൽ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മൈക്ക് ഇന്നലെ ചാർജ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്കിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. അതേപോലെ ഇങ്ങനെ ബസ്സിൻ്റെയും ലോറിയുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വോളിയം കൂട്ടാൻ നോക്കാം. ഞാൻ ഈയിടെയായിട്ടാണ് സൺസ്ക്രീൻ ഇങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം നല്ലോണം ടാൻ ആവുന്നുണ്ടായിരുന്നു. ഭയങ്കര വെയിലും ചൂടും എല്ലാം കൂടെ നല്ല ടാൻ ആവുന്നുണ്ടായിരുന്നു. എൻ്റെ സ്കിൻ ഇപ്പോഴാണ് ആ ഡാമേജൊക്കെ ഒന്ന് മാറി വരുന്നത്. എനിക്ക് റിസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഞാനൊരു സൺസ്ക്രീൻ കൂടെ കൊണ്ട് നടന്നിട്ട്, മുമ്പും ഞാൻ റീഅപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കയ്യിലും കാലിലും എക്സ്പോസ്ഡ് ആവുന്ന എല്ലായിടത്തും നല്ലോണം സൺസ്ക്രീൻ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഐബ്രോസ് ചെയ്യാം. ഐബ്രോസിന് ഞാൻ ഈ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐബ്രോ പാലറ്റാണ് ഇത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഒബ്വിയസ്ലി ഇത് അഫോർഡബിൾ ആണെന്നും പിന്നെ നല്ല ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്.
പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഇട്ടില്ലെങ്കിൽ നല്ല കൂടി കുറച്ച് പിള്ളച്ചനെ പോലെ ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണം യൂസ് ചെയ്താലേ ഇതിനൊരു നാച്ചുറൽ റിസൾട്ട് കിട്ടുള്ളൂ. കുറച്ചെടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡാർക്കായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഒരു സ്മഡ്ജ് ചെയ്യണ പോലത്തെ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ച് എല്ലായിടത്തേക്കും സ്മഡ്ജ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിലെ തന്നെ സ്പൂളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഇത് യൂസ് ചെയ്താണ് ഇതായിട്ടൊന്ന് കംഫർട്ടബിൾ ആവുള്ളൂ. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് കുറച്ചൊരു വിളച്ചര പോലെ ഇരിക്കുന്നില്ലേ, അപ്പോൾ സ്പൂളിയൊക്കെ എടുത്ത് ഒന്ന് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നാച്ചുറലാക്കണം. പക്ഷെ ഇതിങ്ങനെ തന്നെ കുറേ സമയം ലാസ്റ്റ് ചെയ്യും. ഇനി ഞാൻ ഇന്ന് ജസ്റ്റ് കുറച്ച് ഫൗണ്ടേഷൻ കൺസീലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഞാൻ ഈ അടുത്തായിട്ട് അങ്ങനെ ഒരു കൺസീലർ വാങ്ങിയിട്ടില്ല. കൺസീലർ വാങ്ങുന്നത് ഞാൻ കുറച്ച്, ഞാൻ ഫൗണ്ടേഷൻ തന്നെ ജസ്റ്റ് എനിക്കൊരു ലൈറ്റ് കവറേജ് മതി. അപ്പോൾ ഫൗണ്ടേഷൻ എന്നെ യൂസ് ചെയ്യാറ്. ഞാനിപ്പോൾ കുറച്ച് ടാൻ ആയതുകൊണ്ട് എൻ്റെ യൂഷ്വൽ ഫൗണ്ടേഷൻ അധികം എനിക്ക് കളർ കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഞാനൊരു കുറച്ചെടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, എൻ്റെ ഈ ബ്ലഷ് ഉണ്ട്, ഞാൻ എടുത്തിരുന്നത് നാസിൻ്റെ ഫൗണ്ടേഷനാണ്, പ്ലസ് ഇത് റെയർ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. പിന്നെ ഐബ്രോ ചെയ്യാനായിട്ട് മാസിൻ്റെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്തത്. അത് ഞാൻ പറയാൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പാലറ്റാണ് ഇത്. ആക്ച്വലി ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഹാക്കാണ്. ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റ് അല്ല, കുറച്ച് കൂടുതൽ വോമാണ് അല്ലെങ്കിൽ കൂടുതൽ ഡാർക്ക് ആണെന്ന്, കൂടുതൽ ലൈറ്റ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേർപ്പിൾ ബ്ലഷോ കളർ കറക്ടറോ എന്തെങ്കിലും യൂസ് ചെയ്യാനാണ് ഞാൻ കണ്ടത്. സിൻസ് ഐ ഡോണ്ട് ഹാവ് എ പേർപ്പിൾ കളർ കറക്ടർ അല്ലെങ്കിൽ പേർപ്പിൾ ബ്ലഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള ഈ ബ്ലഷ് ഉണ്ടല്ലോ, അത് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് ആക്ച്വലി വർക്ക്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എടുത്ത് കുറച്ച് ഈ ബ്ലഷായിട്ട് മിക്സ് ചെയ്യുമ്പം ഈ ഫൗണ്ടേഷൻ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ സ്കിൻ ടോണായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു ഫീലുണ്ട്. ഷെയ്ഡ് കുറച്ചുകൂടെ കറക്റ്റ് ആവുന്ന പോലെ, ഒരു ഇത്തിരി കൂടെ ഡാർക്ക് ആവുന്ന പോലത്തെ ഒരു ഫീല്. സോ ഞാൻ ഇതെടുത്തിട്ട് ഇനി എനിക്ക് ജസ്റ്റ് കൺസീൽ ചെയ്യേണ്ട ഏരിയാസിൽ ഇപ്പം ഏകദേശം ഇപ്പോഴും കുറച്ച് എൻ്റെ സ്കിന്നിനെക്കാട്ടിലും ഫെയറാണ്, കുറച്ചുകൂടെ ബ്ലഷ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ശരിക്കും ഇതൊരു ഇത്രയും കൂടെ ഈ പിങ്ക് ഷെയ്ഡ് ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് എൻ്റെ സ്കിൻ ടോൺ ആവാറുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് വേണമെങ്കിൽ അതും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റെഡി ആവുന്നത്. അതുകൊണ്ട് ഞാനൊരു ബ്രഷ് പോലും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ കൈ വെച്ച് തന്നെ ചെയ്യുകയാണ്. കൺസീൽ ചെയ്ത് ആ സ്ഥലത്ത് മാത്രം ഞാനൊന്ന് പൗഡർ ഇടുന്നുണ്ട്. യൂഷ്വലി ഞാൻ പൗഡർ ഇടാറില്ല, പക്ഷേ ഇപ്പോൾ സ്വെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ചാൻസ് ഉള്ളതുകൊണ്ടാണ് കുറച്ചായിട്ട് ഞാൻ ഇതേപോലെ കൺസീൽ ചെയ്ത ഏരിയയിൽ മാത്രം കുറച്ച് പൗഡർ ഇട്ടു. ഇനി ഞാൻ ഒരു ഇത്തിരി ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഇത് ഇത്തിരി ഇട്ടാൽ തന്നെ കുറേ ഉണ്ട്, സോ കുറച്ച് എടുക്കുന്നുള്ളൂ. എനിക്കെപ്പോഴും ബ്ലഷ് ഇങ്ങനെ അധികം ചീക്സിലേക്ക് കൊണ്ടുവരുന്നതിനെക്കാട്ടിലും, ഇവിടെ ഇപ്പോൾ കുറച്ച് ചീക്സി വന്നു, നമുക്ക് തുടച്ചാൽ കുഴപ്പമില്ല, ചീക്സിലേക്ക് അധികം കൊണ്ടുവരുന്നതിനെക്കാട്ടിലും ഈ ഒരു ഏരിയയിൽ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം മുഖം കുറച്ചുകൂടെ ലിഫ്റ്റഡ് ആയിട്ടും കുറച്ചുകൂടെ സ്ലിം ആയിട്ടും തോന്നുന്ന ഒരു ഫീലിംഗ് കിട്ടും. ഞാൻ ഈ അടുത്ത് വാങ്ങിച്ച ഒരു കെ ബ്യൂട്ടീൻ്റെ ഒരു കാജൽ പ്ലസ് ഐലൈനറാണ് ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ഇത് നല്ല വർത്തായിട്ട് തോന്നി. ഐലൈനർ ആണെങ്കിലും ഒരുപാട് സമയം ലാസ്റ്റ് ചെയ്യും, കാജലും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും സ്മഡ്ജ് ചെയ്യാണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ കാജൽ വരുന്നുണ്ട്, ആൻഡ് ഈ അയ്യോ എല്ലാം കൂടെ പോന്നു. ഇതെന്താ ഇങ്ങനെ? ശരിക്കും ഈ സാധനം മാത്രമേ വരാൻ പാടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ്. എന്താ ചെയ്യാ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ഇത് അടിപൊളിയാണെന്ന്. യെസ്, ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ വരുന്നത്. അത് ഫുൾ ആ ഐലൈനർ ഉള്ള ഭാഗം കൂടെ പോന്നുപോയി. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ഐലൈനർ പെന്നാണ്. എനിക്ക് പെന്നാണ് ഈ ഇടയായിട്ട് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ. എനിക്ക് നല്ല പ്രിസൈസ് ആപ്ലിക്കേഷൻ കിട്ടും. പിന്നെ ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് ഇതാണ്
എനിക്ക് പറ്റണ പണി ചെയ്യാം. ഞാൻ കണ്ണാടിയിൽ ചെയ്തിട്ട് വരാം. ഇനി വേഗം കുറച്ച് മസ്കാര ഇടാം. കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. ഇത് കീക്കോ മിലാനോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ മേടിച്ച് സ്റ്റോറിൽ നിന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി, അപ്പോൾ നമുക്ക് ലിപ് ലൈനർ ഇട്ടുകൊണ്ട് സംസാരിക്കാം, അപ്പോൾ ഞാൻ ബാക്കി കഥ പറയും. സ്റ്റോറിൽ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി നല്ലോണം ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ലൈറ്റൊക്കെ കാരണം എനിക്കറിയില്ല അത് വേറെ ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്ന്. പലപ്പോഴും ഞാൻ സ്റ്റോറിൽ പോയി അവിടുത്തെ ലൈറ്റിലൊക്കെ ട്രൈ ചെയ്യുമ്പം അടിപൊളിയായിട്ട് എനിക്ക് തോന്നും. പക്ഷേ സെയിം സാധനം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇടുമ്പോൾ എനിക്കത് ഭയങ്കര വാഷ് ഔട്ടായി പോകുന്നൊരു ഷെയ്ഡായിട്ട് തോന്നും. സോ ഇത്തവണ എനിക്ക് എന്തായാലും ഗ്ലോസ് ഉള്ളൊരു ലൈറ്റ് ഷെയ്ഡ് വേണമെന്നായിരുന്നു. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഇത്, പക്ഷേ കുറച്ച് തന്നെ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ലിപ് ലൈനർ ഇട്ടിട്ടാണ് ഇടുന്നത്. ഈ ലിപ് ലൈനർ ഞാൻ കുറച്ചിങ്ങനെ അകത്തേക്കും എടുക്കുന്നുണ്ട്, എന്നിട്ട് ഈ ലിപ്സ്റ്റിക് ഇടുമ്പം അടിപൊളിയായിരിക്കും. ഇത് ഷുഗറിൻ്റെ ഒരു ലിപ് ലൈനറാണ്, പുതിയത് വാങ്ങണം. യൂസ് ചെയ്തത് തീർന്നു. ഇനി ഞാൻ ഈ ഗ്ലോസ് സൈഡ് എടുക്കും, ഈ ഒരു മാറ്റ് സൈഡ് എടുക്കും. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം ഗ്ലോസ് ആഡ് ചെയ്യാൻ. ഇത് ആക്ച്വലി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ്, സെറ്റാണ്. സോ ഇത് ഡ്രൈ ആയി. ഈ ഗ്ലോസ് ഞാനായിരുന്നെങ്കിൽ ഫുൾ താഴത്തും മുകളിലും ഫുള്ളായിട്ട് അങ്ങ് ഇട്ടേനെ. പക്ഷേ ഇത് ഞാൻ ആ സ്റ്റോറിൽ, കീക്കോ മിലാനോൻ്റെ സ്റ്റോറിൽ ട്രൈ ചെയ്യാൻ പോയപ്പം അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ജസ്റ്റ് ഇവിടെ കുറച്ച് ഡോട്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് ഇവിടെ കുറച്ച് ഡോട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാനാണ് അവർ പറഞ്ഞത്. സോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഈ ബ്രഷിലേക്ക് കുറച്ച് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ആയല്ലോ, അത് ഈ ലിപ് ലൈനർ കൂടെ ഇട്ടത് കൊണ്ടാണ്. പക്ഷേ ഇത് ആക്ച്വലി ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇടുന്നെങ്കിൽ 0 ട്രാൻസ്ഫർ. എനിക്ക് ഈ ഷെയ്ഡ് ആയിരുന്നില്ല ലിപ്സ്റ്റിക്ക് വേണ്ടത്, കുറച്ചുകൂടി ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡായിരുന്നു. കുറച്ചുകൂടി ഈ ലിപ്സ്റ്റിക്ക് ഇടുക. ഇതൊരു ഓറഞ്ചിലേക്ക് പോകാമെന്നുള്ളത് വലിയ വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമില്ല, നമ്മളെന്തായാലും വീട്ടിലേക്കല്ലേ. സോ ഞാൻ റെഡിയായി. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കാം. വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നത് എന്താ കഴിച്ചതെന്നൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചു, വീഡിയോ എടുക്കാൻ ഒന്നും ഓർത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളുടെ കൂടെ കാണിക്കാമെന്ന്. ഇത് ബേസിക്കലി ക്യാരറ്റ് ജ്യൂസ്, ABC ഇതൊക്കെ എൻ്റെ റൂട്ടീനിൽ സ്ഥിരമായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. എൻ്റെ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട്, എസ്പെഷ്യലി സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞ ഒരു എവറി ഓൾട്ടർനേറ്റ് ഡേ എന്ന് പറയുന്ന പോലെ ഞാൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു, ABC ആണെങ്കിലും ക്യാരറ്റ് ജ്യൂസ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഈ കുറച്ച് നാൾ മുമ്പ് എപ്പോഴോ ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് മറന്നുപോയി. ഞാൻ കുറച്ചായിട്ട് എൻ്റെ ഹെയർ സ്കിന്നിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് കുറച്ച് പുറകിലേക്കായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ഒരു റിയലൈസേഷൻ ഉണ്ട്. സോ ഗോയിങ് ഫോർവേഡ് ഞാൻ അതൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടെ അതിനെ പറ്റിയിട്ടുള്ള യൂട്യൂബ് വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ എനിക്ക് ചെയ്തിട്ട് സ്കിന്നിൽ വർക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഞാൻ കൂടുതലായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കും ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ കൂടുതൽ സാധനങ്ങൾ ട്രൈ ചെയ്യാനും ഒക്കെ. അപ്പോൾ എൻ്റെ ഡയറ്റിലും കുറച്ച് അഡിഷൻസ് ഒക്കെ വരുത്തണം എന്നാണ് ആഗ്രഹം. നമുക്ക് എങ്ങനെ പോകുന്നു നോക്കാം. സോ അപ്പോൾ ഞാനിനി ഇത് കുടിക്കട്ടെ. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ആദ്യമൊക്കെ കുടിക്കുമ്പോൾ എനിക്കും തോന്നുമായിരുന്നു ഇതെന്താ ഭയങ്കര അത് വിത്തൗട്ട് ഷുഗറാണ്. ഷുഗറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല, കാരണം ഓൾറെഡി ക്യാരറ്റിന് നല്ല മധുരമുണ്ട്. അതിൻ്റെ കൂടെ ഷുഗറും കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര മധുരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഷുഗർ ഇല്ലാണ്ട് കുടിക്കുമ്പോൾ എനിക്ക് പിന്നെയും ബെറ്റർ ആയിരുന്നു. അങ്ങനെ ഞാൻ കുടിച്ച് എനിക്കിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ, ഒരു ജ്യൂസ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ജ്യൂസ് ഓർഡർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓട്ടോമാറ്റിക്കലി എൻ്റെ വായിൽ വരിക ക്യാരറ്റ് ജ്യൂസ്. പക്ഷേ ഈ പുറത്ത് പോയി ജ്യൂസ് കുടിക്കൽ കുറവാണ്. മോസ്റ്റ്ലി ഞാൻ ABC വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ക്യാരറ്റ് ഓർ ABC ആയിരിക്കും. അത് കഴിഞ്ഞ് വേറെ ജ്യൂസൊക്കെ പോകും, കാരണം അതനുസരിച്ച് സ്കിന്നിൽ നമുക്ക് ഡിഫറൻസ് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇനീഷ്യലി ആ ഒരു സംഭവം ഉണ്ടാകും ഇതെങ്ങനെ കുടിക്കുക എന്നുള്ളത്. പക്ഷേ ഇവൻച്വലി ഐ തിങ്ക് അതായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇതൊക്കെ മെൽറ്റായി വെള്ളമായല്ലോ. ഇന്നത്തെ ദിവസം പട്ടിണി തന്നെ.
കളിക്കുന്നതൊക്കെ കൊള്ളാം എന്ന് വെച്ച് ഇങ്ങനെയാണോ? അവിടെ അമ്മ മറ്റേ ചക്ക അരിഞ്ഞ് ഫ്രഷ് ചക്കയൊക്കെ വറക്കിയിരുന്നു. ഞാൻ ചക്ക ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ അരിയണത് മാത്രം കുറച്ച് വീഡിയോ എടുത്തു. പക്ഷെ എനിക്ക് വറക്കണത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ ഒരു ഏപ്രിൽ മെയ് സമയത്ത് അമ്മ ഇങ്ങനെ ബാച്ച് ആയിട്ട് ഉണ്ടാക്കി വെക്കും. കാരണം ആർക്കും കൊടുക്കാനൊന്നുമല്ല, നമുക്ക് തന്നെ. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ദൃശ്യം കാണാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് വേഗം ഇറങ്ങേണ്ടി വന്നു. സോ ഞാനും ഇതിനും ഇപ്പം വീടെത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങള് മൂവിക്ക് പോകും. ക്ലൈമാക്സും ഷൂട്ട് ചെയ്തിട്ടാ. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യല്ല, എന്നിട്ട് ഞങ്ങൾ വന്ന് ക്ലൈമാക്സ് പറഞ്ഞു തരാം അല്ലേ? അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. ഗുഡ് മോർണിംഗ്. ഇന്നലെ ആക്ച്വലി മൂവി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിവ്യൂ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആകെ ഒരു ഉറക്കത്തിലായിരുന്നു. 8:45 ഷോ ആയിരുന്നു. തീർന്നപ്പോൾ എത്രയാണ്, ഒരു 11:30 11:40 ആയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീടൊക്കെ എത്തിയപ്പോൾ ഒരു 12 ഒക്കെ കഴിഞ്ഞു. അപ്പം നേരെ കിടന്നുറങ്ങി. സോ എൻ്റെ ഒരു റിവ്യൂ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം ഇൻ്റർവ്യൂസ് പ്രൊമോഷൻസ് ഒന്നും ഇതിൻ്റെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ പോലും ഇതിൻ്റെ റിവ്യൂസ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഒന്നും വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നും ഇതിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിത്ത് സീറോ എക്സ്പെക്റ്റേഷൻ, ഒരു ബ്ലാങ്ക് മൈൻഡോടെയാണ് ഞാൻ പോയത് കാണാനായിട്ട്. അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മളുടെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ ഒരു മിക്സഡ് റിവ്യൂസ് ആയിരുന്നു. ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് അത്ര വർക്കായില്ല, അങ്ങനെ ഒക്കെ. പക്ഷേ എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. എനിക്കങ്ങനെ ലാഗോ ഒന്നും തോന്നിയില്ല. ഒരു നല്ലൊരു തിയേറ്റർ വാച്ചായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ദൃശ്യം 1, 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് മേ ബി 1, 2, 3 അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും ഇഷ്ടം. 2 എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. 2-ൽ കുറച്ചും കൂടി ട്വിസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. പക്ഷേ 3 നല്ലതാണ്. ഒരു കുറേ പ്രാവശ്യം ഞാനിരുന്ന് കാണുമെന്ന് ചോദിച്ചാൽ 1ഉം 2ഉം പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം റീവാച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ മേ ബി ഇല്ല. ബട്ട് അഗൈൻ എനിക്ക് 3ഉം ഇഷ്ടപ്പെട്ടു. സോ അതാണ് എൻ്റെ ഒരു റിവ്യൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി, എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്. ഓഫീസിൽ എനിക്ക് സ്റ്റുഡിയോയിലൊരു ഷൂട്ട് ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ ഒരു സ്റ്റുഡിയോ ടൂറായിട്ടൊന്നും കാണിക്കില്ല, കാരണം അത് ഫുള്ളായിട്ട് അങ്ങ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് റീലൊക്കെ ഞാനിപ്പോൾ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെഡ് സൽവാറിൻ്റെ ഒരു റീല് ഷൂട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ആ കൂടെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഇന്ന് പോയിട്ട് ഒന്ന് ഫോട്ടോസ് മാത്രമായിട്ട് ക്ലിക്ക് ചെയ്യണം. പിന്നെ അവിടെ എൻ്റെ വീഡിയോൻ്റെ ഒരു എഡിറ്റിംഗ് നടക്കുന്നുണ്ട്, അതും ഒന്ന് പോയി നോക്കി അതൊക്കെ ഒന്ന് ചെയ്യണം. മുടി നിങ്ങൾക്കിപ്പോൾ കുറച്ച് അധികം ഒട്ടിയിരിക്കുന്ന പോലെ തോന്നുമായിരിക്കും, അത് എനിക്കറിയാം. അങ്ങനെയായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഇരിക്കുക. ഓരോ വാഷ് കഴിയുമ്പോൾ കുറച്ച് കുറഞ്ഞു വരും, പിന്നെ കുറച്ചും കൂടെ നാച്ചുറലാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് കുറച്ച് വാഷ് കഴിയുമ്പോഴാണ് എനിക്കും ഇഷ്ടം. ഇപ്പോൾ എനിക്കും അറിയാൻ മുട്ടിയിരിക്കുന്നുണ്ടെന്ന്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്ക് അറിയായിരിക്കും, ഒരു ഫസ്റ്റ് 48 to 72 hours വാഷ് ചെയ്യാൻ പാടില്ല. ഞാൻ എങ്ങനെയെങ്കിലും 48 hours ആവാൻ വെയിറ്റ് ചെയ്തിരിക്കും വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് വൈകിട്ട് എനിക്ക് ആക്ച്വലി വാഷ് ചെയ്യാം. 48 hours ജസ്റ്റ് കഴിയുള്ളൂ. ഐഡിയലി എനിക്ക് നാളെ ചെയ്യാൻ പാടില്ല, പക്ഷേ ഞാൻ ഇന്ന് വൈകിട്ട് വാഷ് ചെയ്യും. സോ ഇപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കുളിച്ച് റെഡിയായി പോവാം. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഇഡ്ഡലി, ചട്നി ഉണ്ട്. പിന്നെ ഇത് തക്കാളിയും സവാളയും വെച്ചിട്ടുള്ള വേറൊരു ടൈപ്പ് ഒരു ചട്നി ഉണ്ട്. പിന്നെ എനിക്കമ്മ ചാമ്പയ്ക്ക കൊടുത്തയച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ടായതാണ്. ഇത് നോർമൽ ചാമ്പയ്ക്ക, എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും കണ്ടിട്ടുള്ള പോലത്തെ ചാമ്പയ്ക്ക. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടാവും കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സോ ഇത് ആപ്പിൾ ചാമ്പയ്ക്ക, അത് ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ വലിയ ലുക്കൊന്നുമില്ല, താഴേക്ക വീണ് ലുക്കൊക്കെ പോയി, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇൻഫാക്റ്റ് ഈ കറണ്ടും പോയി, നോർമൽ ചാമ്പയ്ക്കനെക്കാട്ടിലും ഈ ഒരു ചാമ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കുറച്ചും കൂടി ഒരു മധുരമൊക്കെ ഉണ്ട്. എന്ത് വേറൊരു ടേസ്റ്റാണ്, നൈസാണ്.
പിന്നെ ഹൈലൈറ്റ് ഇതാ ചക്ക വറുത്തത്. ഇതാണ് ഇന്നലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഫുൾ ഉണ്ടാക്കി കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല, സിനിമയ്ക്കൊക്കെ പോകാനുള്ളതുകൊണ്ട്. ഞാൻ യൂഷ്വലി അങ്ങനെ ഒരു ചക്കയുടെയോ ചക്ക വറുത്തതിൻ്റെ ഒന്നും വലിയൊരു ഫാനല്ല. പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും ഈ ചിപ്സ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അത് ഫ്രഷായിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡിയായി. ഇനി നമുക്ക് നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാം. എന്നിട്ട് റെഡ് സൽവാറിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എഡിറ്റിങ്ങൊക്കെ തീർത്തിട്ട് ഞാൻ രാത്രിയായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അത്ര ഒന്നും ഞാൻ കാണിക്കണ്ടാവില്ല. ഞാൻ ഈ വ്ളോഗ് സൂൺ നിർത്തും. അതിനു മുമ്പ് ഞാൻ ആദ്യം എവിടെയെങ്കിലും കയറി ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് സ്റ്റുഡിയോ പോവാം. എനിക്ക് വിശക്കണു. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്യാമറ വന്ന് വായി തുറക്കാത്തെ. ഭയങ്കര ബോറിംഗ് ആട്ടോ, ഭയങ്കര ബോറിംഗ്. ഇവളെ അങ്ങ് കൊന്നാലോ? ഇവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോ തോറ്റു നോക്കിക്കോ. ഫുഡാണോ? ഇതും എനിക്കാ തന്നത്. കരി കൺമഷി പറ്റിയതാണ് ഇനി അവരുടെ. ആറുവിൻ്റെ മുഖം വന്നാൽ കുഴപ്പമുണ്ടോ? എനിക്ക് അപ്പം ഞാൻ സ്റ്റുഡിയോയിലെത്തി. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റെഡ് സൽവാർ. ലാസ്റ്റ് എൻ്റെ റീല് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത് വെച്ച് ഇതിട്ട് റെഡി ആയിട്ട് നമുക്ക് ബാക്കി ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ എപ്പോഴോ തുടങ്ങിയൊരു വ്ളോഗാണ്. എവിടേക്കൊക്കെയോ എത്തി, എന്തൊക്കെയൊക്കെയോ ഞാൻ കാണിച്ചു. ഞാൻ ഈ ഒരു പോയിന്റിൽ ഇത് നിർത്താണ്. ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോവുകയാണിപ്പം. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ് ഈ വ്ളോഗ്. ഇനി എനിക്കറിയില്ല ഇത് എത്ര സമയമുണ്ട് ഈ വ്ളോഗ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഒന്നും എനിക്കറിയില്ല. എനിക്ക് തന്നെ ഒരു കണക്ഷൻ പോയിരിക്കുകയാണ്. കാരണം ഒരു 2-3 days ആയിട്ട് ഞാൻ തുടങ്ങിയ വ്ളോഗാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.